വിധിയുടെ ക്രൂരത അരയ്ക്കു താഴെ തളർത്തിയിട്ടും പ്രതിഭയുടെ തിളക്കം കൊണ്ട് അതിജീവനത്തിന്റെ വിസ്മയം തീർക്കുകയാണ് മേപ്പയിലെ മൂര്യോടൻ കണ്ടി രമേശ്. 1 മീറ്ററിലധികം ഉയരമുള്ള ഈർക്കിലിയിൽ തീർത്ത അപൂർവമായൊരു നിലവിളക്കുമായി രമേശൻ വീണ്ടും വടകര മുനിസിപ്പൽ പാർക്കിലെത്തിയിരിക്കുകയാണ്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട മണലിൽ മോഹനന് ഇത് സമർപ്പിക്കാൻ. 4 മാസത്തിലധികം നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈർക്കലിൽ വിരിഞ്ഞ ഈ മനോഹര ശില്പം. കഴിഞ്ഞ 28 വർഷമായി രോഗത്തോട് മല്ലടിക്കുന്ന ഈ കലാകാരൻ പണ്ട് കൈപുണ്യമുള്ള ഒരു പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ വൻകിട ജ്വല്ലറികളുടെ വരവോടെ രമേശിനെ പോലെയുള്ള സാധാരണക്കാരായ തൊഴിലാളികൾ പട്ടിണിയിലായി. നടക്കാൻ കഴിയില്ലെങ്കിലും മുച്ചക്ര വാഹനത്തിലാണ് യാത്രയെങ്കിലും മനസ്സിലെ കലയെ തളർത്താൻ രമേശൻ തയ്യാറല്ല. ഇതിനകം നിരവധി സർക്കാർ പുരസ്കാരങ്ങൾ ഈ പ്രതിഭയെ തേടിയെത്തിയിട്ടുണ്ട്. ഈർക്കലുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ വർണ്ണ വിസ്മയങ്ങളും തനിക്ക് ഏറെ പ്രിയപ്പെട്ട മണലിൽ മോഹനന് കാണിക്കുക എന്നത് രമേശിന് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. വടകര സ്വദേശിയായിട്ടുള്ള മൂര്യോടൻ കണ്ടി രമേശൻ വല്ലാത്ത വൈകാരിക നിമിഷങ്ങളാണ് പലപ്പോഴും എനിക്ക് സമ്മാനിക്കാറുള്ളത്. കാരണം ഈർക്കൽ കൊണ്ട് ഇത്രയും മനോഹരങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ നിരവധി ഉൽപ്പന്നങ്ങൾ രമേശൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നക്ഷത്രം ഉണ്ടാക്കി, ശംഖുണ്ടാക്കി, നിലവിളക്കുണ്ടാക്കി, കഴിഞ്ഞ ദിവസം മനോഹരമായിട്ടുള്ള വീണ ഉണ്ടാക്കി, ഇപ്പോഴിതാ വലിയൊരു സാധാരണ രീതിയിലുള്ള ഒരു നിലവിളക്ക് രമേശൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏത് ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം എൻ്റെ അടുത്ത് രമേശൻ കൊണ്ടുവരും. അത് ഒരു വല്ലാത്ത സ്നേഹമാണ് രമേശൻ കാണിക്കാറുള്ളത്. നിരവധി ഓലകളിൽ നിന്നുള്ള ഈർക്കിൾ കൊണ്ട് അത് ഒട്ടിച്ച് എന്തുമാത്രം അധ്വാനം പണി ഇതിന്റെ പുറകിലുണ്ടെന്നറിയോ. എന്തായാലും ഒരു 4-5 മാസം ഇതിനു വേണ്ടി രമേശൻ രാത്രിയും പകലും ഉറക്കൊഴിഞ്ഞ് ഇതിന്റെ പുറകെ പണി ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇത് നമ്മൾ വലിയ അംഗീകാരം വടകരക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ നൽകേണ്ടതാണ്. തീർച്ചയായും ഇതൊരു സംസ്ഥാന തലത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അംഗീകാരം രമേശന്റെ ഈ കരവിരുതിന് നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇത്രയും ദൂരം രമേശൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ രമേശനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. എന്നാൽ ഇന്നും പ്രതിസന്ധികളോട് പോരാടുന്ന രമേശന്റെ മുന്നിൽ വലിയൊരു സ്വപ്നമുണ്ട്. സ്വന്തമായൊരു വീട്, ഒപ്പം തൻ്റെ ഈർക്കിലിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനുമുള്ള ഒരു സ്ഥിരമായ വരുമാന മാർഗം. പ്രതിസന്ധികളിൽ തളരാതെ ഈർക്കലിൽ വിസ്മയം തീർക്കുന്ന രമേശന്റെ ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആരെങ്കിലും കൈത്താങ്ങാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരൻ. ഇപ്പം ഞാൻ അവസാനമായി ഉണ്ടാക്കിയത് ഒരു നിലവിളക്കാണ്. ശരിക്കും 1 മീറ്റർ വരെയുള്ള നിലവിളക്കാണ് ഉണ്ടാക്കിയത്. ഇത് നിരവധി പോലെ എൻ്റെ ഈർക്കലെടുത്തിട്ടാണ് ഞാൻ ഇപ്പം ചെയ്തത്. ഇതിപ്പോൾ എനിക്ക് ഈ ചെയ്യാനുള്ള ഉദ്ദേശം കുറച്ചു മുമ്പ് ഞാൻ വീണ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നാഷണൽ അവാർഡിന് പോയി. ഇനിയിപ്പോൾ സ്റ്റേറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിപ്പം നിലവിളക്ക് ചെയ്തത്. ഇപ്പം മണൽ മോൻ സാറ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്ക് എല്ലാം ആളാണ്. അപ്പൊ ഞാൻ ഏതൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോഹൻ സാറെ കാണിക്കലുണ്ട്. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് പാർക്കിൽ എത്തിയത്.